നമസ്കാരം, സൂര്യമഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശ്രീരാമഭക്തിയുടെ നിസ്തുല മാതൃകയാണ് ഹനുമാനസ്വാമി. 7 ചിരഞ്ജീവികളിൽ ഒരാളായ ആഞ്ജനേയൻ ധൈര്യത്തിന്റെയും ശക്തിയുടെയും വീര്യത്തിന്റെയും ഉത്തമ ഭക്തിയുടെയും പ്രതീകമാണ്. ശ്രീരാമനോട് കാണിച്ച ഭക്തിയിൽ സന്തോഷവതിയായ സീതയാണ് ശ്രീഹനുമാനെ ചിരഞ്ജീവിയായിരിക്കാൻ അനുഗ്രഹിച്ചത്. രാമനാമം ഉയരുന്നിടത്തെല്ലാം എപ്പോഴും ഹനുമാന് സന്നിഹിതനാകുമെന്നാണ് വിശ്വാസം. മഹാദേവന്റെ അവതാരമാണ് ഹനുമാൻ സ്വാമിയെന്ന് ശിവപുരാണം പറയുന്നു. ഹനുമാൻ പ്രതിഷ്ഠയുള്ള ക്ഷേത്രദർശനം നടത്തി യഥാവിധി വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ചാൽ ഫലസിദ്ധി ഉറപ്പാണ്. നിഷ്ഠയോടെ ഹനുമാന സ്വാമിയെ ഉപാസിച്ചാല് ദുരിതമോചനം ഉറപ്പാണ്. എല്ലാ ദുഃഖങ്ങളും വേദനകളും അകന്നുപോകും. മാനസികമായ വിഷമങ്ങള് മാത്രമല്ല, ശാരീരിക ക്ലേശങ്ങളും ഒഴിയും. ഹനുമത് ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാൽ തന്നെ ശത്രുദോഷങ്ങൾ അകലും. ഇന്ന് പരിചയപ്പെടുത്തുന്നത് അതീവ ശക്തിയേറിയ ഹനുമാൻ മന്ത്രത്തെയാണ്. ഹനുമാൻ മന്ത്രങ്ങൾ പതിവായി ചൊല്ലുന്ന വ്യക്തികൾ കർമ്മരംഗത്ത് വിജയികളാകും. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, കടം, മാനസിക അസ്വസ്ഥതകൾ, കഷ്ടപ്പാടുകൾ തുടങ്ങിയവ പെട്ടെന്ന് പരിഹരിക്കാൻ ഹനുമാൻ മന്ത്രങ്ങൾ സഹായിക്കും. ദിവസവും ഹനുമത് മന്ത്രം ജപിച്ചാൽ അലസത അനുഭവപ്പെടില്ല. ഇവരെ ഭീതി ബാധിക്കില്ല, ബാധാദോഷങ്ങളും ഉണ്ടാകില്ല. ഹനുമത് മന്ത്രങ്ങൾ വ്യക്തികൾക്ക് പരിധിയില്ലാത്ത ഊർജവും ധൈര്യവും സമ്മാനിക്കും. ശിവന്റെയും വിഷ്ണുവിന്റെയും ചൈതന്യം തുടിക്കുന്ന മൂർത്തിയാണ് ഹനുമാൻ സ്വാമി. കരുണയും ആത്മാർത്ഥയും ത്യാഗവും ധൈര്യവും ഹനുമാൻ സ്വാമിയുടെ സവിശേഷതകളാണ്. ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നവർ ധീരരും നിർഭയരുമാകും. മന്ത്രം ഇതാണ്. ഈ 3 ഹനുമത് മന്ത്രങ്ങളിൽ ഏതെങ്കിലും ഒരു മന്ത്രം ദിവസവും 108 തവണ വീതം ജപിക്കുക. അങ്ങനെയെങ്കിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ, കടം, ദുരിതമോചനം, ശത്രുദോഷം, ബാധാദോഷം, മാനസിക പ്രശ്നങ്ങൾ തുടങ്ങിയവയിൽ നിന്ന് മോചനം ലഭിക്കുന്നതാണ്. ജീവിതത്തിൽ കടുത്ത പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഈ മന്ത്രജപം അനുകൂല ഫലം നൽകുന്നതാണ്. മന്ത്രജപത്തോടെ വഴിപാടുകൾ നടത്തുന്നതും നല്ലതാണ്. പൊതുവെ മറ്റ് ദേവതകളെക്കാൾ വ്യത്യസ്തമാണ് ഹനുമാൻ സ്വാമിക്കുള്ള വഴിപാടുകള്. വെറ്റിലമാല, വടമാല, സിന്ദൂരക്കാപ്പ്, വെണ്ണക്കാപ്പ്, തുളസിമാല എന്നിവ വഴിപാടായി സമർപ്പിക്കുന്നത് വളരെ ഉത്തമമായ കാര്യമാണ്. വെറ്റിലമാല വഴിപാട് നൽകി പ്രാർത്ഥിച്ചാൽ സമൃദ്ധി ഉണ്ടാകുമെന്നും വിവാഹ തടസ്സങ്ങൾ മാറും എന്നുമാണ് വിശ്വാസം. വടമാല വഴിപാട് നടത്തുന്നത് ആയുരാരോഗ്യത്തിനും, സിന്ദൂരക്കാപ്പ് സമർപ്പിക്കുന്നത് മനസ്സന്തോഷത്തിനും സമാധാനത്തിനും, വെണ്ണക്കാപ്പ് കാര്യവിജയത്തിനും നല്ലതാണെന്ന് കരുതപ്പെടുന്നു. തുളസിമാല വഴിപാട് സമർപ്പിക്കുന്നതിലൂടെ തീരാവ്യാധികൾ അകലുമെന്നുമാണ് വിശ്വാസം. ശ്രീരാമജയം എന്ന് കടലാസിൽ എഴുതി ഹനുമാൻ സ്വാമിയുടെ കഴുത്തിൽ അണിയിച്ച് പ്രാർത്ഥിച്ചാൽ സർവകാര്യ വിജയം ഉണ്ടാകുകയും ചെയ്യും.